സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇപ്പോഴത്തെ റിവ്യൂസിലൊക്കെ നോക്കുമ്പോൾ മോസ്റ്റ് സക്സസ്ഫുൾ മോസ്റ്റ് പോപ്പുലർ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഇൻ ദ വേൾഡ് ഈസ് നരേന്ദ്രമോദി. ഇപ്പം നമുക്ക് നല്ലൊരു ഫോറിൻ മിനിസ്റ്റർ ഉണ്ട്, എല്ലാവരും അഗ്രി ചെയ്യുന്നല്ലോ. അദ്ദേഹം പറഞ്ഞത് വായിച്ചാൽ നമുക്ക് തന്നെ അതിശയം തോന്നും. ശശി തരൂർ പറഞ്ഞു അമേരിക്ക ഇടപെടുക എന്നുള്ളതല്ല, അമേരിക്കയുടെ യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ രണ്ടാം വരവ് കുറെ കൂടെ ഒരു ലോകത്തൊരു അൺട്രസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലാണോ അദ്ദേഹത്തിൻ്റെ പല നിലപാടുകൾ? ദാറ്റ്സ് ഓബിയസ്. നമ്മളുടെ ഉദ്ദേശം ടെററിസ്റ്റിനെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ആ ഉദ്ദേശം കഴിഞ്ഞപ്പോൾ നിർത്തുന്നതിൽ നമുക്ക് യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ട്രംപ് വിചാരിക്കുന്നത് റഷ്യയിൽ പോയി ചൈനയെ തകർക്കാം. ഐക്യരാഷ്ട്ര സംഘടന എന്ന ഒരു സാധനം ഇല്ല. ദാറ്റ് ഈസ് ഗോൺ. പ്രശസ്ത നയതന്ത്ര വിദഗ്ധനും മുൻ അംബാസിഡറുമായ ഡോക്ടർ ശ്രീ ടി പി ശ്രീനിവാസനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ ടി പി ശ്രീനിവാസൻ സാർ. നമസ്കാരം രാജേഷ്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പോരാട്ടം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇതിൽ അമേരിക്കയുടെ ഒരു പരസ്യ പിന്തുണ തന്നെ ഇറാനെതിരായിട്ടാണ്. ഒരു പക്ഷേ ഇപ്പോൾ ട്രംപ് പറയുന്ന പോലെ 2 ആഴ്ച സമയം കൊടുത്തിട്ടുണ്ടെന്ന് ട്രംപ് പറയുന്നു. അമേരിക്ക നേരിട്ട് ഇതിൽ കക്ഷി ചേരുകയാണെങ്കിൽ റഷ്യയും ചൈനയും വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കുമോ? അത് വലിയ അവിടെ നിറഞ്ഞൊരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മളിന്നുള്ളത്. പക്ഷെ അതിനെ വിശകലനം ചെയ്താൽ നമുക്കറിയാവുന്നത് അമേരിക്ക ഇടപെടുക എന്നുള്ളതല്ല, അമേരിക്കയുടെ യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇസ്രയേൽ യുദ്ധം ചെയ്യുന്നെങ്കിലും ആ എക്യുപ്മെൻറ്റും പണവും എല്ലാം അമേരിക്കയിൽ നിന്ന് പോകുന്നതാണ്. അമേരിക്കയ്ക്ക് വേണ്ടിയാണ്. അതെ, ഒരു പ്രോക്സി വാറാണ് ഇസ്രയേൽ തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇസ്രയേലിന് ഇറാനോട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഹേറ്റ്രഡ് ഉണ്ട്. അതുകൊണ്ട് അവരുടെ ഫുൾ പവർ ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ പ്രസിഡന്റ് ട്രംപ് കാരണമാണ് ഇതുണ്ടായിരിക്കുന്നത്. കാരണം ഇതിൽ കുറച്ച് ചരിത്രത്തിലേക്ക് പോയാൽ ഈ JCPOA എന്ന് പറഞ്ഞൊരു എഗ്രിമെൻറ്റ് 2015 അപ്പോൾ അത് ഒരു വളരെ സാറ്റിസ്ഫാക്ടറി ആയിരുന്നു എല്ലാ രാജ്യങ്ങൾക്കും. ഇറാൻ ഒരു വശത്തും മറുവശത്ത് ചൈന, റഷ്യ, UK, ജർമ്മനി, ഫ്രാൻസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഇത്രയും പേര് ചേർന്ന് ഇറാനെ കൊണ്ട് പല കാര്യങ്ങളും സമ്മതിപ്പിച്ചു. അതെല്ലാമാണ് ഈ ആക്ഷൻ പ്രോഗ്രാമിലുള്ളത്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മതി. ആ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ഇറാൻ കനോട്ട് മൂവ് ഫർദർ ഓൺ ദെയർ ന്യൂക്ലിയർ. ആൻഡ് ദേ ഓൾസോ സേ വി ഡോണ്ട് വാണ്ട് ന്യൂക്ലിയർ വെപ്പൺ. And my conversations, I know with the Iranians that they keep saying what we want is a deterrent. അതാണ് നമ്മളോട് അവർക്ക് ഒരു അസൂയയും അവരോട് നിങ്ങളൊരു ഡിറ്ററൻറ്റ് ക്രിയേറ്റ് ചെയ്തു, NPT ഒപ്പിടാതെ തന്നെ. അപ്പോൾ അതിലൊരു ദർ ഇസ് എ വേ ടു ഡു ഇറ്റ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ഈ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. പക്ഷേ when Donald Trump became president in the first time, he said, why only for 15 years? His complaint was not about the terms ശരിയല്ല എന്നല്ല അദ്ദേഹം പറഞ്ഞത്. കാരണം ടേംസ് യഥാർത്ഥത്തിൽ ഇറാനെ കെട്ടി മുറുക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ 15 months എന്ന് പറഞ്ഞാണ് പുള്ളി ഇതിന് വിഡ്രോ ചെയ്തത്. പ്രസിഡന്റ് ഒബാമ സൈൻ ചെയ്ത ആ എഗ്രിമെൻറ്റ്. അപ്പോൾ അത് പിന്നെ അതൊരു ഇല്ലാതായല്ലോ. ആ എഗ്രിമെൻറ്റ് ഇല്ലാതായപ്പോൾ ഒരു തരത്തിലും ഇറാനെ റിസ്ട്രെയിൻ ചെയ്യാതെ ആയി നമ്മൾ. അപ്പോൾ അതുകൊണ്ട് അവർ കൂടുതൽ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ഈ നത്താൻസിലെ റിയാക്ടറും അതുപോലെ എൻറിച്ച്മെൻറ്റ് കൂട്ടി തുടങ്ങി. അതിന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് IAEAയോട് എല്ലാ പ്രാവശ്യമായിട്ട് IAEA മസ്റ്റ് ഗോ ആൻഡ് ഇൻസ്പെക്ട്. അത് ഇറാൻ ചെയ്ത ഒരു കൺസെഷനാണ്. അപ്പോൾ അവർ NPT ഒപ്പിട്ടതായതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ IAEA ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും ഇസ്രയേലും ഉള്ളല്ലോ NPT സൈൻ ചെയ്യാത്ത രാജ്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് IAEA ഹാസ് എ റെസ്പോൺസിബിലിറ്റി. ഇത് ഇൻസ്പെക്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണം. അതിന് ഇറാൻ സമ്മതിച്ചു. പല ഇൻസ്പെക്ഷൻസും നടക്കുകയുണ്ടായി. ഓരോ തവണയും IAEA തിരിച്ചു വരുന്നത് ഇവർ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നു എന്നതിന് ഞങ്ങൾക്ക് തെളിവില്ല. ഓക്കെ, ദാറ്റ്സ് ദ ഫസ്റ്റ് സെൻറ്റൻസ്. രണ്ടാമത്തേത് പീസ്ഫുൾ യൂസസിന് അല്ലാതെ പല പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുന്നതായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വീണ്ടും പഠിക്കണം എന്നാണ് വരുന്നത്. അതൊരു 4-5 തവണ ഇങ്ങനത്തെ റിപ്പോർട്ട് വന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ അമേരിക്കൻ ഇൻ്റലിജൻസ് മേധാവി പറഞ്ഞ അത് തന്നെ അവർ ആണവായുധത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നില്ല എന്നാണ്. പക്ഷേ അത് ട്രംപ് ഇന്ന് രാവിലെ സ്വന്തം ഇൻ്റലിജൻസ് അതിൻ്റെ സെക്രട്ടറിയെ തെള്ളുകയും ചെയ്തു. തുളസി ഗബാർഡ്. അല്ല, എൻ്റെ ചോദ്യം, ഈ ഇസ്രയേൽ ഇപ്പം ഇറാനെ ആക്രമിക്കുന്നതിന് ഒരു കാരണമായിട്ട് അവർ പറഞ്ഞു ഇപ്പോൾ യുറേനിയം സമ്പുഷ്ടീകരണം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം ആണവായുധം
അത് മിസൈലുമായിട്ടൊക്കെ ചേർക്കാനുള്ള ഒരു തീവ്ര ശ്രമം ഇറാൻ നടത്തുന്നുണ്ട്. അത് ഇസ്രയേലിന് ദോഷകരമായതുകൊണ്ട് ആക്രമിക്കുകയാണെന്നാണ് പറയുന്നത്. അതെ, അത് പക്ഷേ ശരിയാണ്. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. അല്ല. യഥാർത്ഥത്തിൽ അവർ പറയുന്നത് ഇവർ വെപ്പൺ മാനുഫാക്ചറിങ്ങിന് പോകുന്നു എന്നാണ്. പക്ഷേ ഇറാൻ റിപ്പീറ്റഡ്ലി ഞങ്ങളുടെ മതത്തിൽ ഇത് അനുവദിച്ചിട്ടുള്ളതല്ല. അയത്തുള്ളവരുടെ ഒരു ഫത്വ തന്നെ ഉണ്ട്, ഇറാൻ ഷാൽ നോട്ട് ഹാവ് ന്യൂക്ലിയർ വെപ്പൺസ്. അതൊക്കെ പിന്നെ പറയുന്നതാണെന്ന് വയ്ക്കാം. പക്ഷേ എന്നാലും IAEAയുടെ റിപ്പോർട്ടിലൊന്നും ഇവരിങ്ങനെ ചെയ്യുന്നതായിട്ട് എവിഡൻസ് ഇല്ല എന്നാണ് അവർ തവണ പറയുന്നത്. പക്ഷേ ഇത്തവണത്തെ ഗവേണിംഗ് ബോർഡിൽ മീറ്റിങ്ങിൽ IAEA ഒരു റിപ്പോർട്ട് കൊടുത്തു, ചില കാര്യങ്ങൾ സസ്പിഷൻ ഉണ്ട് എന്നുള്ളത്. സംശയമുണ്ട്. ദാറ്റ് വാസ് പുട്ട് ടു എ വോട്ട്. ഈ ബോർഡ് ഓഫ് ഗവർണേഴ്സിൽ അത് വോട്ട് ചെയ്തപ്പം 3 പേര് അതിനെ എതിർത്തു, ബാക്കി എല്ലാവരും ഇതിന് എന്തോ നടക്കുന്നുണ്ടെന്ന് എന്നൊരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിനെ ബേസ് ചെയ്തിട്ടാണ് യുദ്ധം ആരംഭിച്ചത്. അപ്പോൾ ബേസിക്കലി ഇറ്റ്സ് എ ന്യൂക്ലിയർ ഇഷ്യൂ. അത് പക്ഷേ ഹേറ്റഡ് ബിറ്റ്വീൻ ഇറാൻ ആൻഡ് ഇസ്രായേൽ ഇസ് സോ സ്ട്രോങ് ആൻഡ് ദേ വർ വെരി ഹാപ്പി ടു ഫൈറ്റ് ദ വാർ ഓൺ ബിഹാഫ് ഓഫ് ദി അമേരിക്കൻസ്. അപ്പോൾ അമേരിക്കൻസിൻ്റെ ഒരു വാറാണ് നടക്കുന്നത്, അല്ലാതെ ഇസ്രായേൽ ഇറാൻ വാർ അല്ല. ആൻഡ് ദി ഇഷ്യൂ ഈസ് ന്യൂക്ലിയർ കേപ്പബിലിറ്റി. ഇപ്പം അമേരിക്കയുടെ ഈ ഒരു ഡയറക്റ്റ് ഇപ്പം 2 ആഴ്ച സമയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് കുറച്ചേക്കുന്നൊക്കെ വാർത്തകളുണ്ട്. അത് ഡയറക്റ്റ് ഞാൻ നേരത്തെ ചോദിച്ച പോലെ റഷ്യയും ചൈനയും ഇതിലൊരു നിലപാടെടുക്കുമോ? അല്ല, റഷ്യയും ചൈനയും അമേരിക്കയുടെ കൂടെയാണല്ലോ ഇക്കാര്യത്തിൽ ഇപ്പോൾ. കാരണം ഈ JCPOA ഒപ്പിട്ടത് റഷ്യയും ചൈനയും ഉണ്ട് അതിനകത്ത്. എന്നാലും റഷ്യക്ക് ഇറാനോട് കുറെ കൂടെ ഒരു അതുണ്ട്, അതൊക്കെ റിയാലിറ്റി. പക്ഷേ ഐ എം ടോക്കിംഗ് അബൌട്ട് ദി ടെക്നിക്കൽ ആസ്പെക്ട്. ആ എഗ്രിമെൻറ്റ് ട്രംപ് വിഡ്രോ ചെയ്ത ആ എഗ്രിമെൻറ്റിൽ ചൈനയും റഷ്യയും അതിൽ പാർട്ട്നേഴ്സാണ്. അപ്പോൾ ആ പൊസിഷൻ ദാറ്റ് ഇറാൻ ഷുഡ് ബി റിസ്ട്രെയിൻ ഫ്രം മേക്കിംഗ് എ ബോംബ് എന്നുള്ളതിൽ ഇവരെല്ലാം ഒരുമിച്ചാണ്. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ പോളിറ്റിക്സ് ഇസ് ഡിഫറെൻറ്റ്. ന്യൂക്ലിയർ ഇഷ്യൂ ഈസ് വൺ ആൻഡ് ദി അതർ വൈഡർ പ്രോബ്ലംസ് ഓഫ് ദി മിഡിൽ ഈസ്റ്റ് ഈസ് അനദർ. ഇതൊരു ടേൺ ചെയ്തൊരു ലോകമഹായുദ്ധം, 3ാം ലോക യുദ്ധത്തിലേക്ക് മാറാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇല്ല. കാരണം ഇത് റിസോൾവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലോകമഹായുദ്ധമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊരു വലിയ ഇതല്ല. ഇപ്പോൾ ഇറാനെ റിസ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെങ്കിലും മിലിറ്ററിലി ഓർ അതർവൈസ് ദിസ് പ്രോബ്ലം ഈസ് ഓവർ. നോബഡി എൽസ് വിൽ ഗെറ്റ് ഇൻവോൾവ് ഇൻ ദാറ്റ്. അത് ശരി. അന്നേരം അങ്ങനെയുള്ള ഒരു സാധ്യതയില്ല. ഇല്ല, ഐ ഡോണ്ട് സീ. പിന്നെ ഈ കോമൺ മാൻ എപ്പോഴും ഇപ്പം ഇറാനാണോ ഇസ്രയേലാണോ ആര് ഈ പോരാട്ടത്തിൽ ജയിക്കും, അവരെ ശേഷി വെച്ച് നമുക്കാരാണ് നല്ലത് എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തയുണ്ട്. അങ്ങനെ ഒരു കോമൺ മാൻ പെർസ്പെക്റ്റീവ് ചോദിച്ചാൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ സാറ് പറഞ്ഞു ഇത് അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. അന്നേരം ഇറാനുള്ള ഒരു ജയസാധ്യത യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല. എന്നാലും ഇറാൻ്റെ ഒരു സാധ്യത എന്താണ് ഇതിൽ? കുറവാണ്. ഇതുവരെയുള്ളത് അവർക്ക് സെറ്റ് ബാക്ക് ആണ് ഉണ്ടായിട്ടുള്ളത്. അവരുടെ കുറേ എക്സ്പ്ലോസീവ്സും മിസൈൽസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അയച്ചതുകൊണ്ട് മാത്രമേ ഈ പ്രോബ്ലം റിസോൾവ് ചെയ്യുന്നില്ലല്ലോ. ഇതൊരു ഇസ്രായേൽ ഇറാൻ യുദ്ധമല്ല, ഇത് ഇറാനെ റിസ്ട്രെയിൻ ചെയ്യാനുള്ള ന്യൂക്ലിയർ വെപ്പൺ അവരുണ്ടാക്കാതിരിക്കാനുള്ള ഒരു ലോക അഭിപ്രായത്തിൻ്റെ പ്രകടനമാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന ആര് ചെയ്താലും, ഇസ്രായേൽ ചെയ്താലും അമേരിക്ക ചെയ്താലും ഇതാണ് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടും. നോബഡി വാണ്ട്സ് എൻ ഇറാനിയൻ ബോംബ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഇറാനിയൻ ബോംബിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ആരും തയ്യാറില്ല. ഇന്ത്യയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രയേലും വളരെ അടുത്ത സുഹൃത്താണ്, അതുപോലെ തന്നെ ഇറാനുമായിട്ട് നല്ല സൗഹൃദമാണ്. ഇന്ത്യ ഇവർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ പ്രതിസന്ധിയിലാക്കിയില്ലേ? അത് നമ്മൾ ഇടപെടണമെന്നില്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും ആവശ്യമില്ല. നമ്മൾ ഇടപെടാനാണോ ഇപ്പോൾ ആഭിമുഖ്യം എന്ന് പറയാൻ പറ്റില്ല. ഇറാൻ കുറച്ച് സോവിയറ്റ് യൂണിയൻ്റെ കൂടെയും ചൈനയുടെ കൂടെയും പോയിട്ടുണ്ടല്ലോ. നമ്മുടെ വലിയ കൾച്ചറൽ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഇപ്പം നമ്മൾ ബിൽഡ് ചെയ്യുന്ന പ്രോജക്റ്റുകൾ ഇറാനിൽ നമ്മൾ തുറമുഖ നിർമ്മാണം അടക്കം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് ചിലതൊക്കെ എടുത്ത് അവർ ചൈനയ്ക്ക് കൊടുത്തു. ഒരു റെയിൽവേ ലൈൻ ഫോർ എക്സാമ്പിൾ, നമ്മളത് പ്രോജക്റ്റ് ബിൽഡ് ചെയ്തു, പക്ഷേ റെയിൽവേ ലൈൻ കൺസ്ട്രക്ഷൻ നമ്മളറിയാതെ അവർ ചൈനയ്ക്ക് കൊടുത്തു. പൂർണ്ണമായിട്ട് വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്തല്ലേ? അതിപ്പം അത് ഡിപ്ലോമസിയിൽ അതില്ലല്ലോ. യു ആർ നെവർ പെർമനന്റ് ഫ്രണ്ട്സ് ഓർ പെർമനന്റ് എനിമീസ്. ഇപ്പം സാറിനെ സംബന്ധിച്ചുള്ള സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇറാനുമായിട്ടുള്ള ഈ ഇടപെടലിലൊക്കെ വളരെ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഒരാൾ. പക്ഷേ വളരെ പ്ലസന്റ് ആയിരുന്നു. ഇറാനിയൻ ഡിപ്ലോമാറ്റ്സ് ആർ വെരി ക്ലവർ. അപ്പോൾ ഞാൻ ഈ ബോർഡ് ഓഫ് ഗവർണേഴ്സിൽ ഇരിക്കുമ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ എപ്പോഴും ഇറാനിയൻ ഡിപ്ലോമാറ്റ്സ് ആയിരിക്കും. കാരണം ഇന്ത്യ ഇറാൻ. അപ്പോൾ അത് ഫസ്റ്റ് സെക്രട്ടറി മുതൽ ഫോറിൻ മിനിസ്റ്റേഴ്സ് വരെ അവിടെ ഇരിക്കും, ഓരോ ഇമ്പോർട്ടൻസ് അനുസരിച്ച്. അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷൻ എനിക്ക് അവരുമായിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് നമ്മളോടൊരു എൻവിയാണ്, നമ്മൾ NPT. അതെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഡിപ്ലോമസി, അതുകൊണ്ട് അവർ പലതും ഇങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കും. ഞാൻ എപ്പോഴും അവരോട് പറയുന്നത്, നിങ്ങൾ NPT സൈൻ ചെയ്തപ്പോൾ തൊട്ട് തീർന്നു, നിങ്ങളുടെ ഓപ്ഷൻസ് ഒന്നുമില്ല.
ഞങ്ങളെന്താ സൈൻ ചെയ്യാത്തത്? വി നീഡ് ഓപ്ഷൻസ്. ഞങ്ങളും വെപ്പൺസ് ഉണ്ടാക്കുന്ന, ആ കാലത്ത് വെപ്പൺസ് ഉണ്ടാക്കുന്ന നമ്മൾ പറയുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ മനസ്സിൽ ഇതാണ്, ഒരു ഡിറ്ററൻറ്റ് വേണം. ആരും അവരെ ഈ വെപ്പൺസ് ഇല്ലാത്തത് കൊണ്ട് വന്ന് ആക്രമിക്കരുത്. അപ്പോൾ ഈ വെപ്പൺസ് ഉണ്ടെന്നൊരു സംശയം മതി, ആരും ആക്രമിക്കില്ല. അതാണ് പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം ഒരു രീതിയിൽ കേരളത്തെയും ബാധിക്കുന്നുണ്ട്. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ ഇസ്രായേലിൽ തന്നെ ഇസ്രായേലി ജോലി ചെയ്യുന്നു. ഇറാനിൽ സ്റ്റുഡൻസ് പഠിക്കുന്നു, അറിയാമായിരുന്നു. ഇറാനിൽ 1600 സ്റ്റുഡൻസ്, ഓൾ കാശ്മീരീസ്. അതെ അതെ അതെ. So it's a very important issue for us. ഇപ്പോൾ ഒരു യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ചേർന്ന് ഒരു ചർച്ച നടത്തിയെങ്കിലും അതൊന്നും വലിയ ഫലപ്രദമായിട്ടില്ല. It all depends on the president of the US. യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ രണ്ടാം വരവ് കുറേ കൂടെ ഒരു ലോകത്തൊരു അൺട്രസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലാണോ അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും? No, that's obvious. ആരും പറയുന്നില്ലല്ലോ. പക്ഷേ whether there is a method in his activities, അതോ വളരെ ഒരു ഡിസോറിയൻറ്റഡ് ആണോ എന്നുള്ളത് ഇപ്പോഴും ആർക്കും തീർച്ചയില്ല. ഇതൊക്കെ വെൽ തോട്ട് ഔട്ട് ഐഡിയാസ് ആണോ? പിന്നെ ടാരിഫിൻ്റെ കാര്യം പറഞ്ഞില്ലേ, കുറേ ദിവസം ഇദ്ദേഹം ടാരിഫിൻ്റെ പറയുമായിരുന്നു. എല്ലാവരെയും ശല്യപ്പെടുത്തി, അവിടുത്തെ വിലയെല്ലാം കൂടി, ട്രേഡ് അഗ്രിമെൻ്റ് സൈൻ ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാം കൂടെ മെസ്സപ്പ് ചെയ്തു അല്ലേ. അത് അമേരിക്കൻ എക്കോണമിയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. നമ്മളെല്ലാം ബാധിച്ചു ഷെയർ. സോ അങ്ങനെ ഇത് തോട്ട് ഔട്ട് ഐഡിയാസ് ആണോ, അത് വെറും ഒരു ഇമ്പൾസീവായിട്ട് ചെയ്യുന്നതാണോ എന്ന് ഇപ്പോഴും നമുക്ക് തീർച്ചയില്ല. അതായത് ട്രംപിൻ്റെ പോപ്പുലാരിറ്റി തന്നെ അമേരിക്കയിൽ തന്നെ 70% 40% താണു. ലോസ് ഏഞ്ചൽസിൽ റയറ്റ്സ് നടക്കുക. അതെ അതെ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിജയത്തിലൊരു വലിയ പങ്ക് വഹിച്ച ഇലോൺ മസ്കുമായിട്ടുള്ള ബന്ധം ഇടയ്ക്ക് ഷാർട്ടഡായി, ഇപ്പം വീണ്ടും യോജിച്ചു എന്നും പറയുന്നു. അതെ, അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണല്ലോ. നോബഡി എക്സ്പെക്ടഡ് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് ടു ലാസ്റ്റ് മോർ ദാൻ 3 months. രണ്ടുപേരും ഈഗോയിസ്റ്റുകളാണ്. രണ്ടുപേരും ഒരു മെർക്യൂറിയൽ പേഴ്സണാലിറ്റി എന്ന് പറയില്ലേ, നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള. അവർക്കൊരു ബിസിനസ് ലിങ്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഗവൺമെൻറ്റിലേക്ക് അയാളെ കൊണ്ടുവന്നപ്പോൾ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന അമേരിക്കയിലുള്ളവർ തന്നെ അതിനെ എതിർത്തു. ഇയാൾ ഇലക്ട് ചെയ്യാത്തപ്പെടാത്ത ഒരു മനുഷ്യൻ, ഹൗ ഡസ് ഹി ഇൻ്റർഫിയർ ഇൻ ദ ബിസിനസ്, അതിലാണ് തുടങ്ങിയത്. പക്ഷേ അവർക്ക് താല്പര്യങ്ങൾ പലതുമുണ്ട്. അതുകൊണ്ട് അവരിങ്ങനെ ലവ് ഹേറ്റ് റിലേഷൻഷിപ്പായിട്ട് തുടരുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഗവൺമെൻറ്റിൽ അദ്ദേഹത്തിനുള്ള റോള് ഇല്ലാതായിട്ടുണ്ട്. ഇപ്പം തന്നെ ഈ ഇന്ത്യ അമേരിക്ക ബന്ധം, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള അടുപ്പവും ഏറെ പ്രകീർത്തിക്കപ്പെട്ടാണ്. പക്ഷേ ഇപ്പോൾ അത് സ്ട്രെയിൻഡ് ആയോ? ആ ഒരു റിലേഷൻഷിപ്പിലൊരു, ഇപ്പം തന്നെ ട്രംപ് പാക് സൈനിക മേധാവിക്ക് അവിടെ വിരുന്ന് കൊടുക്കുന്നു, അദ്ദേഹം അന്ന് സന്ദർശിച്ച് ഞാൻ ബഹുമാനിതനായെന്ന് പറയുന്നു. പാകിസ്ഥാൻ ട്രംപിന് നോബൽ സമ്മാനം ഒഫീഷ്യലായിട്ട് ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്നു. അല്ല, യഥാർത്ഥത്തിൽ ഇന്ത്യ അമേരിക്ക ബന്ധം ശിഥിലമാവുന്ന രീതിയിലാണോ കാര്യങ്ങൾ? ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഡൊണാൾഡ് ട്രംപ് എപ്പോഴും ഇങ്ങനെ സ്വന്തം കാര്യങ്ങൾ പറയുന്ന ആളാണ്, സ്വന്തമായിട്ട് പ്രകീർത്തിക്കുന്ന ആളാണല്ലോ. അപ്പോൾ ഈ ക്ലിയർലി സെഡ് ഞാനാണ് യുദ്ധം നടത്തിയത്. റഷ്യ യുക്രൈനും നിർത്താൻ പറ്റിയില്ല, ഗാസ നിർത്താൻ പറ്റിയില്ല, എങ്കിൽ എന്താ ഇന്ത്യ പാകിസ്ഥാനെങ്കിലും നിർത്തി. അതിലൊരു ഒരു അല്പം സത്യമുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം നമ്മളെല്ലാ തവണയും ഇവരോട് സംസാരിക്കാറുണ്ടല്ലോ, അമേരിക്കൻസിനോട്. പ്രസിഡൻറ്റ് ഇൻ്റർവ്യൂ ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കോൺവെർസേഷൻ വാസ് ഓൺ, എല്ലാ സമയത്തും ഉള്ളതാണ്. ഒരു ഫ്രണ്ട്ലി കൺട്രി. ഇപ്പോൾ നമ്മൾ പലതും അവരോട് പറഞ്ഞു കാണും. അതിനെ വേണമെങ്കിൽ ഞങ്ങൾ അങ്ങനെ എൻകറേജ് ചെയ്തിട്ടാണ് ഇന്നത് എന്നതിലൊരു പക്ഷേ ഒരു ചെറിയ സത്യം കാണും. പക്ഷെ നമ്മുടെ പൊസിഷൻ, നമ്മുടെ നാഷണൽ പൊസിഷൻ ഇക്കാര്യത്തിലൊന്നും മീഡിയേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ദ ലാസ്റ്റ് മീഡിയേഷൻ റിമെമ്പർ താഷ്കെൻഡിൽ വി ബ്രോട്ട് ദ പ്രൈം മിനിസ്റ്റർ ഡെഡ്. കാരണം ഈ മീഡിയേഷൻ പറയുമ്പോൾ ഈ മീഡിയേഷൻ നടത്തുന്ന ആൾക്ക് ഒരു ഉദ്ദേശമേ ഉള്ളൂ, യുദ്ധം നിർത്തണം. നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവർക്കൊരു ഒബ്ലിഗേഷൻ ഇല്ല. കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടായാലും നമ്മളെന്താ ചെയ്യുന്നത്? വഴക്ക് നിർത്തണം. ഏത് പെൻസിൽ ആരെടുത്തു എന്നുള്ളത് നമ്മൾ അതിനകത്ത് നമുക്ക് അഭിപ്രായമില്ല. അങ്ങനെയല്ലേ? അല്ല, ഈ പാകിസ്ഥാനോട് ട്രംപ് വന്ന ശേഷം വളരെ ഒരു അകൽച്ചയായിരുന്നല്ലോ. ഇപ്പോൾ ഈ സ്റ്റോപ്ഡ് ഓൾ ടെററിസ്റ്റ് ഫണ്ട്സ്. അതെ. എന്നിട്ട് ആദ്യമായിട്ട് നമുക്കൊരു ഇൻഡിക്കേഷൻ ഇത് കിട്ടിയത് ഇത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കമാൻഡർ, ഒരു സീനിയർ മിലിറ്ററി ഓഫീസർ സെഡ് ദേ ആർ ക്ലോസസ്റ്റ് പാർട്ട്ണർ ഇൻ ഫൈറ്റിംഗ് ടെററിസം എന്ന് പാകിസ്ഥാനെ പറ്റി. അതിൽ കൂടുതലൊരു ആൻറ്റി ഇന്ത്യ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടോ? കാരണം നമ്മളവർ ടെററിസ്റ്റാണെന്ന് പറയുന്നു, നമ്മൾ എൻവോയ്സിനെ അയക്കുന്നു എല്ലായിടത്തും. എന്നിട്ട് അവർ പറയുന്നത് പാകിസ്ഥാൻ ഈസ് അവർ പാർട്ട്ണർ ഇൻ കൗണ്ടർ ടെററിസം എന്നാണ്. അപ്പോൾ അത് പറയാനുള്ള കാര്യം ഈ പ്രസിഡന്റിൻ്റെ ഇറിറ്റേഷനാണ്. അദ്ദേഹം മീഡിയേറ്റ് ചെയ്തു എന്നുള്ളതിന് നമ്മൾ അതിനോട് യോജിച്ചില്ല. പ്രധാനമന്ത്രി കടുപ്പിച്ച് പറയുകയും ചെയ്യും. അത് വീണ്ടും അടുത്ത കാലത്ത് വീണ്ടും പറയുന്നുണ്ട്. പക്ഷെ അന്ന് തന്നെ ആ ഇൻഡിക്കേഷൻ വന്നു.
വേറൊരു റിപ്പോർട്ട് കേട്ടത് ഇന്ത്യ ഒരു മിഷൻ അയച്ചല്ലോ ഇപ്പോൾ MP മാരുടെ നേതൃത്വത്തിൽ. അതിൽ ശശി തരൂർ അടക്കമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അമേരിക്കയിലെത്തിയപ്പോൾ ശ്രീ ശശി തരൂർ അവിടുത്തെ ഭരണകൂടത്തെ വിമർശിച്ച് സംസാരിച്ചതായി റിപ്പോർട്ടുണ്ട്. അത് പെട്ടെന്നുള്ള ഈ ഇറിറ്റേഷൻ്റെ ഒരു കാരണമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഇല്ല, ആയിക്കോട്ടുന്നില്ല. നമ്മളത് വായിച്ചാൽ അദ്ദേഹം പറഞ്ഞത് വായിച്ചാൽ നമുക്ക് തന്നെ അതിശയം തോന്നും. ശശി തരൂർ പറഞ്ഞത് അതെ, എന്ത് ഒരു ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവായിട്ട് പോകുന്ന ആൾ ഒരു ഹോസ്റ്റ് പ്രസിഡൻറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ യു ഹാവ് ടു ബി വെരി പൊളൈറ്റ്. അങ്ങനെയല്ല. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് കാരണമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഈ വിദേശകാര്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിലടക്കം ശ്രീ ശശി തരൂരിനെ അവർ വലിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ പുള്ളി തന്നെ ഒരിക്കൽ ഇതിലൊക്കെ റോള് വഹിച്ചാൽ കൊള്ളാമെന്ന് അഭിപ്രായപ്പെട്ടെന്നും കേട്ടിരുന്നു. സാറിൻ്റെ ഒരു വ്യൂ എന്താണ് ഈ കാര്യത്തിൽ? അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യമാണ്, അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു എക്സ്ട്രാ ഫോറിൻ അഫെയർസ്, ഇപ്പം നമുക്ക് നല്ലൊരു ഫോറിൻ മിനിസ്റ്റർ ഉണ്ട്, എല്ലാവരും അഗ്രി ചെയ്യുന്നതല്ല. അദ്ദേഹത്തെ ജയശങ്കറിനെ പറ്റി ആർക്കും ഒരു തെറ്റായ അഭിപ്രായമൊന്നുമില്ല. കുറച്ച് ശക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അദ്ദേഹം വളരെ തറവാണ്, വളരെ ജെൻറ്റിലാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വൈ ഡു യു ക്രിയേറ്റ് അനദർ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ്? ശരിക്കും ജയശങ്കറിനെ പോലെ ഇത്രയും വളരെ ഇപ്പോൾ അദ്ദേഹം ഈ ത്രൂ ഔട്ട് ഹിസ് പീരീഡ് നല്ല രീതിയിൽ അത് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ അതിൻ്റെ മേളിൽ ഒരാളെ, മേളിലല്ല, അതിനോടൊപ്പം വേറൊരാളെ കൂടെ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ കോൺട്രഡിക്ഷൻ വരുമല്ലോ. അതാണ് വരുന്നത്. പക്ഷേ പ്രൈം മിനിസ്റ്റർ ഷുഡ് നോ ബെറ്റർ. നമുക്ക് അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ പാക് ഉപപ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടാണ് ഇന്ത്യ യുദ്ധം നിർത്തിയത്. ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ അത് ഒരു ഇന്ത്യയുടെ ഒരു തിരിച്ചടിയായിരുന്നു, പാകിസ്ഥാൻ്റെ ഒരു മുന്നറിയിപ്പായിരുന്നു. അതേസമയം ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് ഒരു നയതന്ത്ര വിജയം കൂടി അതിലുണ്ടായി എന്ന് സാർ കരുതുന്നുണ്ട്? എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം യുദ്ധം നീണ്ടു നിന്നില്ലല്ലോ. അപ്പോൾ നമ്മളുടെ ഉദ്ദേശം ടെററിസ്റ്റിനെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. നമുക്കൊരു ടെറിറ്റോറിയൽ ഡിസയർ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഉദ്ദേശം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിർത്തുന്നതിൽ നമുക്ക് യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. പർട്ടിക്കുലർലി നമ്മുടെ ആദ്യത്തെ ദിവസം നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് ടെററിസത്തിന് സ്ട്രൈക്ക് ചെയ്തു. പക്ഷേ രണ്ടാമത്തെ ദിവസം പാകിസ്ഥാൻ നമ്മുടെ മിലിറ്ററി ഇൻസ്റ്റലേഷൻസൊക്കെ വളരെ സർപ്രൈസിങ് ആയിട്ട് അറ്റാക്ക് ചെയ്തു. മൂന്നാമത്തെ ദിവസം നമ്മൾ അവരുടെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിബഡി ലുക്കിംഗ് ഫ്രം ഔട്ട്സൈഡ് ഇതൊരു ഡേഞ്ചറസിലേക്ക് പോകുന്നു, ഇവർ ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള രാജ്യമാണെന്ന് പറയുമ്പോൾ അവരെല്ലാവരും നമ്മളോട് അഡ്വൈസ് ചെയ്ത് കാണും. സോ ട്രംപ് ഹിംസെൽഫ് ഹാസ് സെഡ് യു മസ്റ്റ് സ്റ്റോപ്പ് ദിസ്. കാർഗിൽ വാറുണ്ടായപ്പോൾ ക്ലിൻ്റൺ നമ്മൾ സ്റ്റോപ്പ് ചെയ്തില്ലേ? അത് മീഡിയേഷൻ അല്ല നമ്മൾ പറയുന്നെങ്കിലും വാട്ട് ഹി ഡിഡ് വാസ് ഹി ഗോട്ട് നവാസ് ഷെരീഫ് ടു വാഷിങ്ടൺ ആൻഡ് മെയ്ഡ് ഹിം എഗ്രി ടു സ്റ്റോപ്പ് ദ വാർ. അദ്ദേഹം വാജ്പേയിയെ ക്ഷണിച്ചതാണ്, പക്ഷേ വാജ്പേയി ഡിഡ്ന്റ് ഗോ. എന്നിട്ടും ഇയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കും, നവാസ് ഷെരീഫിനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 തവണ അദ്ദേഹം വാജ്പേയിയെ ഫോൺ ചെയ്തു. കാരണം ഒരു വാക്വത്തിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നവാസ്, ഞാൻ അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നവാസ് ഷെരീഫിൻ്റെ ഒരു കണ്ടീഷൻ, ഹി സെഡ് വി ക്യാൻ വിഡ്രോ, കാർഗിൽ വേണ്ട, പക്ഷേ യു ഷുഡ് ടേക്ക് ഇൻട്രസ്റ്റ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. അതായിരുന്നു കണ്ടീഷൻ. അപ്പം ഹി സെഡ് ബോത്ത് ഓഫ് യു ആസ്ക് മീ, ഐ വിൽ ഡു. So he called up a couple of times. He said, no, thank you very much. Please, don't trouble yourself with that. We'll take care of Pakistan. എന്നാണ് വാജ്പേയി കൊടുത്ത മറുപടി. അപ്പോൾ അത് നമ്മുടെ കൺസിസ്റ്റൻറ്റ് പൊസിഷനാണ്. POKയുടെ കാര്യത്തിൽ ഇന്ത്യ ഇപ്പോൾ ഈ പഹൽഗാം സംഭവം വന്നതിന് ശേഷം ഇന്ത്യ POK ഒക്കെ പിടിച്ചെടുക്കും എന്നുള്ള അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. ഇന്ത്യയുടെ കാശ്മീർ സ്റ്റാൻഡ് അത് ആ ഒരു ഫൈറ്റ് എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കത്തില്ലേ? പാകിസ്ഥാനുമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റ് എപ്പോഴും തുടരില്ലേ? അല്ല, നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ലൈൻ ഓഫ് കൺട്രോൾ അത് ഇൻ്റർനാഷണൽ ബോർഡർ ആകാൻ നമുക്ക് വിരോധമില്ല. അത് പാകിസ്ഥാനാണ് സ്റ്റോപ്പ് ചെയ്തത്. കാരണം ലൈൻ ഓഫ് കൺട്രോൾ വരച്ചത് സിംലയിലാണല്ലോ. അത് സീസ് ഫയർ ലൈനിൽ നിന്ന് വ്യത്യാസമാണ്. കാരണം സീസ് ഫയർ ലൈൻ സ്ട്രെയിറ്റ് ലൈനൊക്കെ ആയിരുന്നു. അത് നമ്മുടെ ഓഫീസേഴ്സും അവരുടെ ഓഫീസേഴ്സും ഇരുന്ന് മാനേജബിൾ ആയിട്ടുള്ള ഒരു ബോർഡർ, എവിടെയാണ് നദി, എവിടെയാണ് പാലം എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ദേ റീഡ്രൂ ദ ലൈൻ. പക്ഷേ ദാറ്റ് വാസ് ഓൺലി സപ്പോസ് ടു ബി അപ്രൂവ്ഡ് ബൈ ബോത്ത് സൈഡ്സ്. അപ്പോൾ അതിൽ ഇനിഷ്യലി ഇതാണ് നമ്മുടെ ജനറൽസ് ഇനിഷ്യലി ഇതാണ് LOC. അപ്പോൾ അത് ഭുട്ടോ പറഞ്ഞ് ഞാനിപ്പം ഇത് അക്സെപ്റ്റ് ചെയ്താൽ എന്നെ അവർ തൂക്കിക്കൊല്ലും. അപ്പോൾ മിസ് ഗാന്ധി പറഞ്ഞു വേണ്ട, തൂക്കിക്കൊല്ലണ്ട, നിങ്ങൾ പോയി അവരൊക്കെ കൺവിൻസ് ചെയ്തിട്ട് തിരിച്ചു വരാനാണ് പറഞ്ഞത്. പക്ഷേ അയാളെ തൂക്കിക്കൊന്നു. അങ്ങനെയാണ് ഈ LOCയുടെ സിറ്റുവേഷൻ. അപ്പം ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം LOC ഈസ് അക്സെപ്റ്റബിൾ ടു അസ്. അപ്പം നമ്മൾ റീസെൻ്റായിട്ടാണ് നമ്മൾ ആ പൊസിഷൻ മാറ്റിയിട്ട് ഇല്ല POK ഈസ് അവേഴ്സ് എന്നുള്ള മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് പലർക്കും ഹെസിറ്റേഷൻ കാണും.
ഇപ്പോൾ തന്നെ അമേരിക്ക ഈ പാക് സൈനിക മേധാവി മുനീറിന് ഒരു വിരുന്ന് കൊടുക്കുക, അവിടുത്തെ ഒരു സ്വീകരണം നൽകിയല്ലോ. ഇത് അൺഹേർഡ് ഓഫ്. പ്രസിഡന്റ് ഒരു ആർമി ചീഫിനെ വിളിച്ച് ഊണ് കൊടുക്കാന്ന് പറഞ്ഞാൽ അതെ അതെ. പ്രസിഡന്റിനെ വിളിച്ചൊക്കെ തിരക്കില്ലായിരുന്നു. അത് മാത്രമല്ല, അതിനെക്കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ പാകിസ്ഥാനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ജനാധിപത്യ ഭരണം ഇല്ലാതാക്കി വീണ്ടും പട്ടാളം അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കമായിട്ട് അതിനെ കാണുന്നുണ്ട്. അതൊക്കെ എപ്പോഴും സംഭവിക്കാം. അത് ഫീൽഡ് മാർഷലല്ലേ. അതെ അതെ. പാകിസ്ഥാനിലെ ജനങ്ങൾ പക്ഷേ ഈ ഒരു പാകിസ്ഥാൻ്റെ നിലപാടിനെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും പറയുന്നു. പൊതുവെ ജനങ്ങൾക്ക് ഇങ്ങനൊരു ഇന്ത്യയായിട്ടുള്ള ഒരു യുദ്ധം അവരുടെ ജീവിതമാണല്ലോ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പക്ഷേ അതറിയില്ലല്ലോ നമ്മൾ. അവിടുത്തെ ഒരു മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് തന്നെയാണ്. ഇപ്പോൾ ഡെമോക്രസി ഉണ്ടെന്ന് പറയുന്നെങ്കിലും അവിടെ ഭരിക്കുന്നത് ആർമി തന്നെയാണല്ലോ. അപ്പോൾ ബലൂചിസ്ഥാനുമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടല്ലോ, അത് പാകിസ്ഥാന് വസ്തുതയിലൊരു തിരിച്ചടിയല്ലേ? പൊതുവെ പാകിസ്ഥാൻ ഒരു തകർച്ചയുടെ വക്കിലാണോ? ആയിരുന്നു. പക്ഷേ ഈ സംഭവത്തിന് ശേഷം വെസ്റ്റേൺ കൺട്രീസ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് IMF ലോൺ കൊടുത്തല്ലോ. എത്രയോ മാസങ്ങളായിട്ടത് പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. കണ്ടീഷൻസൊക്കെ വെച്ചിട്ടുണ്ട്, എന്നാലും IMF റിലീസ് ചെയ്ത് യുദ്ധം കഴിഞ്ഞ ഉടനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇതിനകത്തുണ്ട്. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റുമായിട്ട് നല്ല ബന്ധമുണ്ട്, നമ്മുടെ കോപ്പറേഷനൊക്കെ ഇൻക്രീസ് ചെയ്യുന്നു, ടെക്നോളജി എല്ലാം നടക്കുന്നു, അതൊക്കെ സത്യമാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻകാരിൽ എല്ലാ കാലത്തും അമേരിക്കയ്ക്ക് ഒരു ഓറിയൻറ്റേഷൻ പ്രോ പാകിസ്ഥാൻ ഓറിയൻറ്റേഷൻ ആയിരുന്നു. അത് നിർത്തിയത് ഡൊണാൾഡ് ട്രംപാണ്. അദ്ദേഹമാണ് ടെററിസത്തിൻ്റെ പണം നിർത്തിയത്. നിങ്ങൾ ഈ ടെററിസം ഞങ്ങൾ തരുന്നത് നിങ്ങൾ ടെററിസം നടത്തുകയാണെന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് വിഡ്രോ ചെയ്തത്. അപ്പോൾ അത്രയ്ക്ക് അക്കാര്യത്തിൽ താല്പര്യമുണ്ടെങ്കിൽ പോലും പക്ഷേ സംഭവം ഇന്ത്യയെ ബാലൻസ് ചെയ്യാൻ പാകിസ്ഥാൻ വേണം. ഇക്വേറ്റ് ചെയ്യുക, ഇതുണ്ടല്ലോ ഹൈഫനേഷൻ. ഇന്ത്യക്ക് നമ്മൾ ചെയ്യുന്നതൊക്കെ പാകിസ്ഥാന് ചെയ്യണം എന്നൊരു പോളിസി അത് നിർത്തിയത് ക്ലിൻ്റനാണ്. എന്നിട്ടും ക്ലിൻ്റൺ ഇന്ത്യയെ വന്നപ്പം 5 മണിക്കൂർ നേരത്തേക്ക് പാകിസ്ഥാനിൽ പോയി. എങ്കിലേ ഹൈഫനേറ്റ് ചെയ്യാനുള്ളൂ. ഒരു പ്ലെയിനിൽ കൂടെ കയറിയിട്ട് അപ്പുറത്തോട്ട് ഇറങ്ങി വേറൊരു പ്ലെയിനിൽ കയറിയാണ് പാകിസ്ഥാനിലേക്ക് പോയത്. അപ്പോൾ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു ഇന്ത്യയെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി പാകിസ്ഥാനെ അമേരിക്ക വീണ്ടും ഉപയോഗിക്കും. ട്രംപ് നിർത്തിയ ട്രംപ് വീണ്ടും തുടങ്ങി. അത് പക്ഷേ ഇന്ത്യയുടെ ഒരു നയതന്ത്ര വീഴ്ചയായിട്ട് വല്ലതും കാണാൻ പറ്റും. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ വേറെ റോളില്ല, അതിലൊന്നും ചെയ്യാനില്ല. അതേസമയം ചൈന എപ്പോഴും എല്ലായ്പ്പോഴും പാകിസ്ഥാനോടൊപ്പമാണ്. അത് ഓൾ വെതർ ഫ്രണ്ട് അല്ലേ. എന്നാൽ അത് വിശേഷിച്ചും ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റ് നമ്മൾ സസ്പെൻഡ് ചെയ്തില്ല, അതിനും പല റിസർവേഷൻസും ഉണ്ട്. കാരണം അങ്ങനെ നമ്മൾ യൂണിലാറ്ററായിട്ട് ചെയ്യാൻ പറ്റുമോ, അതിങ്ങനെ പലതവണയും നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ് ഇതിന് മുമ്പും. എപ്പോഴൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്ന ഈ ട്രീറ്റിയാണ്. അപ്പോൾ പലരും പറയും ഈ ട്രീറ്റ് നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ, അവർക്ക് വെള്ളം കിട്ടില്ല. പക്ഷേ അതേ സമയത്ത് എല്ലാ പ്രൈം മിനിസ്റ്റേഴ്സും അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്നാമതൊരു ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റാണ്, അതിനകത്ത് വേൾഡ് ബാങ്ക് ഇൻവോൾവാണ്. രണ്ടാമത് ഇത് ഡൈവേർട്ട് ചെയ്യണമെങ്കിൽ മില്യൺസ് ഓഫ് റുപ്പീസ് ഹാവ് ടു സ്പെൻഡ്. ഈ വെള്ളം അങ്ങോട്ട് പോകുന്നതൊക്കെ തിരിച്ചു മാറ്റണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നല്ല കാര്യമല്ല എന്നാണ് സക്സസീവ് പ്രൈം മിനിസ്റ്റേഴ്സ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ ദിസ് ടെററിസ്റ്റ് അറ്റാക്ക് വാസ് സോ ബാഡ് ദാറ്റ് ദ പ്രൈം മിനിസ്റ്റർ ഡിസൈഡഡ് ടു ഡു ദാറ്റ്. പക്ഷേ അതും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോഴും നമുക്ക് ഒരുപാട് പ്രഷറുണ്ട്. പക്ഷേ ഇന്ന് അമിത്ഷാ ഒരു അഭിമുഖത്തിൽ അത് ഇന്ന് മാറ്റം വരുത്തില്ല എന്നൊരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആണോ? അത് വാസ്തവത്തിൽ ഈ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന ശേഷം വിദേശ നയത്തിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലുള്ളവരുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിലൊക്കെ ഒരുപാട് മുന്നോട്ട് പോയില്ലേ? പിന്നെ തീർച്ചയായിട്ടും അതിപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ G7 പോയപ്പോഴും അവിടെ വെച്ച് ഇറ്റാലിയൻ പ്രധാനമന്ത്രി വന്നിട്ട് അദ്ദേഹത്തെ ഹഗ് ചെയ്തിട്ട് പറഞ്ഞത് അങ്ങേ പോലെ ആകണം എന്നാണ്. ആ ഒരു ഇമേജ് ഏത് രീതിയിലുണ്ട് ഇപ്പോൾ കൂടിയിട്ടുണ്ടോ? ഇപ്പോഴും നമ്പർ 1 ആണ്. ഇപ്പോൾ ഇപ്പോഴത്തെ റിവ്യൂസിലൊക്കെ നോക്കുമ്പോൾ മോസ്റ്റ് സക്സസ്ഫുൾ മോസ്റ്റ് പോപ്പുലർ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഇൻ ദ വേൾഡ് ഈസ് നരേന്ദ്രമോദി. അതിനൊരു മാറ്റവും വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വിദേശ നയത്തെ കോൺഗ്രസ് എപ്പോഴും വിമർശിക്കുന്നുണ്ട്. അവരുടെ ജോലിയല്ലേ. പക്ഷേ വിദേശകാര്യങ്ങളിൽ ഈ നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുള്ള ഇന്നോവേഷൻസും പലതരത്തിലുള്ള പരിപാടികളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ വിദേശ നയത്തിനെ കൂടുതൽ ഇഫക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ജയശങ്കറിൻ്റെ ഒരു റോള് വളരെ അല്ലേ? അത് പ്രധാനമന്ത്രിയാണ്, അദ്ദേഹം ഒരു ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആളെന്നുള്ളത്. പക്ഷെ അതിനുള്ള കഴിവുണ്ട്, അദ്ദേഹത്തിനുള്ള എക്സ്പീരിയൻസ് വേറെ ആർക്കുമില്ല. എല്ലാ ചൈന, വാഷിങ്ടൺ, എവിടെയാണ് എല്ലാ രാജ്യങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. And he's a son of a great person. സാറിൻ്റെ ജൂനിയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓഫീസിൽ തന്നെ കൂടെ ഉണ്ടായിരുന്നു. അന്നേ സാറ് നോട്ട് ചെയ്ത ഒരാളാണ്. Of course. I knew he would become foreign secretary, but a foreign minister ആവുമെന്ന് ഞാൻ പ്രഡിക്റ്റ് ചെയ്തില്ല. അത് പക്ഷേ ഒരു പ്രധാനമന്ത്രിയുടെ ഒരു പിക്കായിരുന്നു അല്ലേ? അതെ, because he met him several times in അവിടെ ബെയ്ജിങ്ങിൽ വെച്ച്.
അദ്ദേഹം പലതവണ ചീഫ് മിനിസ്റ്ററായിട്ട് ബെയ്ജിങ്ങിൽ പോയിക്കൊണ്ടിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം അംബാസഡർ ആയിരുന്നു. അങ്ങനെ അവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ ഈ ട്രംപിൻ്റെ ഒരു വ്യക്തിപരമായ വിരോധം കൂടെ ഇറാനോടില്ലേ? കാരണം അദ്ദേഹത്തെ വധിക്കുമെന്നൊക്കെ അവരുടെ അതുകൊണ്ടല്ലേ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇപ്പോൾ വധിക്കുന്നില്ല, ആയത്തുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് വധിക്കാമെന്നുള്ള. അതിലൊക്കെ അവർ തമ്മിലുള്ള ബിറ്റർനെസ് ഈസ് വെരി മച്ച് ദയർ. ഉണ്ട്. ഈ യുക്രൈൻ റഷ്യയും തമ്മിലുള്ള യുദ്ധം അത് ഇപ്പോൾ നമ്മൾ തുടങ്ങിയ സമയത്ത് വിചാരിച്ച് പെട്ടെന്ന് 1-2 ദിവസത്തിൽ തീരുമെന്ന്. 24 മണിക്കൂറിനാണെന്നാണ് അദ്ദേഹം പ്രോമിസ് ചെയ്തത്. അതെ അതെ. അല്ല, യുദ്ധം തുടങ്ങിയത് തന്നെ അതെ. അതല്ല അദ്ദേഹം ഇലക്ഷൻ മത്സരിക്കുമ്പോൾ പറഞ്ഞത് 24 hours ഞാനിത് അടച്ചു പൂട്ടുന്നല്ലേ പറഞ്ഞത്. അതൊന്നും സാധിച്ചില്ല. ഗാസയിലും ഒന്നും സാധിച്ചില്ല. ഗാസയിൽ അദ്ദേഹത്തിന് ഇസ്രയേലിൽ താല്പര്യമുള്ളതുകൊണ്ട് സാധിച്ചില്ല. പക്ഷേ ഇവിടെ ഹി കുഡ് ബി ന്യൂട്രൽ. പക്ഷേ അത് യൂറോപ്യൻസിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. യൂറോപ്യൻസിനെ ക്യാരി ചെയ്യാൻ പറ്റില്ല. യൂറോപ്യൻസിന് കുറച്ച് സോഫ്റ്റ് കോർണറുണ്ട് ഇവരുമായിട്ട്, യുക്രൈനുമായിട്ട്. അപ്പോൾ റഷ്യ വളരെ ശക്തിപ്പെടുന്നതിൽ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ ട്രംപിൻ്റെ പോളിസി അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതാണ്. ഇപ്പോൾ ട്രംപിന് പക്ഷേ പുടിനോടാണ് കുറച്ചുകൂടെ താല്പര്യം. അത് ഡെലിബറേറ്റ് അല്ലേ. ആണ്. അത് നമ്മൾ ചരിത്രത്തിൽ നോക്കിയാൽ നിക്സണും കിസിഞ്ചറും കൂടെ ചൈനയിൽ പോയല്ലോ 71-72. എന്തിനാണ് പോയത്? ചൈനയെ ഉപയോഗിച്ച് സോവിയറ്റ് യൂണിയനെ തകർക്കാനാണ് പോയത്. അപ്പോൾ അതവർ സാധിച്ചു. സോവിയറ്റ് യൂണിയൻ തകർന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടപ്പോൾ ഇപ്പോൾ ട്രംപ് വിചാരിക്കുന്നത് ഇതേ തന്നെ എനിക്ക് ചൈനയിൽ പോയി റഷ്യയിൽ പോയി ചൈനയെ തകർക്കാം. ഇപ്പം ചൈനയാണല്ലോ ഏറ്റവും വലിയ എതിരാളി. ഇപ്പോൾ നമ്മളെക്കാളും അമേരിക്കയെക്കാളും കുറച്ച് മുമ്പിലാണ് ചൈനയിൽ നിന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിന് നിക്സൺ ചൈനയിൽ ചെയ്തതാണ് ട്രംപ് ഇപ്പോൾ റഷ്യയെ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ റഷ്യയും ചൈനയും വളരെ അടുത്ത സഖ്യകക്ഷികളല്ലേ? പറയാൻ വയ്യ. അതൊരു കൺവീനിയൻസ് എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അവർ യുദ്ധം ചെയ്തിട്ടുള്ളതല്ലേ. പക്ഷേ റഷ്യയെക്കുറിച്ച് നമ്മളിപ്പോൾ സോവിയറ്റ് യൂണിയൻ തകർന്നു, റഷ്യയെക്കുറിച്ച് നമ്മൾ കേട്ടതുപോലെ അല്ലല്ലോ. യുക്രൈൻ ഇപ്പം അവരെ അകത്ത് കയറി നുഴഞ്ഞു കയറി മിസൈൽ ആക്രമണം നടത്തുകയും. അത് യുക്രൈനൊന്നും അല്ല, ഇറ്റ്സ് നേറ്റോ ആണല്ലേ. വെരി പവർഫുൾ. ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം അമേരിക്ക പിന്നിൽ നിന്ന് കളിക്കുന്ന പോലെ നേറ്റോ യുക്രൈൻ യുദ്ധത്തിൽ ഒരു നിമിഷം നേറ്റോയുടെ ഹെൽപ്പ് തന്നാൽ യുക്രൈൻ വിൽ ഹാവ് ടു ഗിവ് അപ്പ്. പക്ഷേ റഷ്യ ഇപ്പോൾ ഭയങ്കരമായിട്ട് അറ്റാക്ക് യുക്രൈനിൽ നടത്തുന്നുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. യുക്രൈനിൽ അതെ. അത് കാരണം ഇത് ഒരു സ്ട്രൈക്കിംഗ് ഡിസ്റ്റൻസിലാണ് സക്സസ് എന്നുള്ളത് തോന്നുമ്പോൾ ഇതുവരെ അങ്ങനെ ആയിരുന്നല്ലോ. റഷ്യക്കും ഒരുപാട് സെറ്റ് ബാക്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ജയിക്കാൻ പോകുന്നു എന്നുള്ള സ്റ്റേജ് എത്തുമ്പോൾ ഇയാൾ വീക്കാണല്ലോ. നേറ്റോയുടെ സപ്പോർട്ട് അത്ര കിട്ടുന്നില്ല യുക്രൈനിന്. അപ്പോൾ ആ സമയത്ത് ഒരു ഫൈനൽ സ്ട്രൈക്കിന് വേണ്ടി അവർ ശ്രമിക്കുന്നു. പൊതുവേ ഇപ്പം ലോകം മൊത്തം നോക്കുമ്പോൾ ഒരു സമാധാനം എന്നുള്ള ഒരു സംഭവം ഒരു അകലുകയാണ്, അല്ലെങ്കിൽ എപ്പോഴും ഒരു ഉത്കണ്ഠയിലാക്കുന്ന പല സംഭവങ്ങൾ. അതെ, അതിനൊരു എക്സ്പ്ലനേഷനേ ഉള്ളൂ. ഗ്ലോബൽ ഓർഡർ നമ്മൾ സെറ്റപ്പ് ചെയ്ത് 1945 വിത്ത് ദ UN. ദാറ്റ് ഈസ് ഗോൺ. ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറഞ്ഞ സാധനം ഇല്ല. അതാണ്. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? സെക്രട്ടറി ജനറൽ എന്താ ചെയ്യുന്നത് ഇപ്പോൾ? സെക്രട്ടറി ജനറലിൻ്റെ ജോലി ഒരുപാട് പ്രിവെൻഷൻ മുതൽ അവസാനത്തെ സൊല്യൂഷൻ വരെ ആണ് UN ചാർട്ടറിൽ പറഞ്ഞിരിക്കുന്നത്. നോബഡി കെയർസ് അബൌട്ട് ഇറ്റ്. അതെന്ത് പറ്റിയെന്ന് വെച്ചാൽ UN ഇവർ തന്നെ മറ്റുള്ളവരെല്ലാം കൂടെ ഡിസ്ട്രോയ് ചെയ്തതാണ്. ഇപ്പം കോവിഡ് വന്നപ്പോൾ ചൈന ഡിസ്ട്രോയിഡ് UN. കാരണം ചൈനയാണ് സസ്പെക്ഷൻ ഉള്ളത് കൊണ്ട് ഒരു കോൺഫറൻസ് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഒരു മീറ്റിംഗ് നടത്താൻ പോലും അവർ സമ്മതിച്ചില്ല. UN പ്രസക്തി അപ്പാടെ പോയി. തീർച്ചയായിട്ടും. മറ്റേത് UN വലിയ റോൾ ഉണ്ടായിരുന്നു. വിശേഷം നമുക്ക് വലിയ റെസ്പെക്റ്റും റെസ്പെക്റ്റഡ് ഇറ്റ് ലോട്ട്. നമ്മൾ അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു വലിയ ഡിസപ്പോയിൻമെൻ്റ് ആണ്. കാരണം അപ്പോൾ അതുകൊണ്ട് ഒരു പുതിയ വേൾഡ് ഓർഡർ ഈസ് ഇൻ ദ മേക്കിംഗ്. അതാണ് ഈ കാണുന്നത്. 21-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ യുദ്ധങ്ങളൊന്നും അവസാനിക്കുന്നില്ല. അങ്ങനെ അല്ലായിരുന്നല്ലോ മുമ്പ്. ഏത് യുദ്ധം ഉണ്ടായാലും UN വരും, ഒരു സീസ് ഫയർ ഉണ്ടാവും, കുറേ കാലം കഴിഞ്ഞ് സംഭവം ഇറ്റ് ഈസ് റിസോൾവ്. അങ്ങനെയായിരുന്നു. പക്ഷേ 9/11 കഴിഞ്ഞതിന് ശേഷം 9/11 അവർ ചെയ്ത ആൻറ്റി ടെററിസ്റ്റ് 30 കൊല്ലം യുദ്ധം ചെയ്തിട്ട് അമേരിക്ക ഓടിപ്പോവുകയും താലിബാനെ തിരിച്ചവിടെ നിർത്തുകയല്ലേ ചെയ്തത്. 30 വർഷം യുദ്ധം ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇതിനു മുമ്പ് ലോകത്ത്. അപ്പോൾ വേൾഡ് ഈസ് ടോപ്സി ടർവി എന്നാണ്. ആ സിറ്റുവേഷൻ 45-ലെ സിറ്റുവേഷൻ ഇപ്പോഴില്ല. അപ്പോൾ അതുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഒരു ഒരാൾ ഈ വീറ്റോ ഉള്ള ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് യുദ്ധം ചെയ്ത് ആദ്യമായിട്ടാണ്. ഇപ്പോൾ റഷ്യ ക്യാൻ വീറ്റോ എവറിഥിങ്. പിന്നെ എങ്ങനെയാണ് അതിപ്പം അവർക്ക് വീറ്റോ കൊടുത്തപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ഇവരുടെ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വീറ്റോ ഉപയോഗിക്കില്ല. അത് നിയമത്തിൽ എഴുതാൻ ആരും സമ്മതിച്ചില്ലെങ്കിലും അങ്ങനെ ഒരു അൺറിട്ടേൺ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു.
കാരണം ദേ ഷുഡ് നോട്ട് യൂസ് ദ വീറ്റോ ഫോർ ദെയർ ഓൺ പർപ്പസസ്. ഇപ്പോൾ ഇന്ത്യയെ ഹെൽപ്പ് ചെയ്യാൻ അവർക്ക് വീറ്റോ ചെയ്യാം, പക്ഷേ അവർക്ക് വേണ്ടി വീറ്റോ ചെയ്തുകൂടാ എന്നുള്ളതാണ് ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ഈ സമാധാനം ആഗ്രഹിക്കുന്ന ലോക നേതാക്കളും കുറഞ്ഞു വരികയാണ് പൊതുവെ നോക്കും. ഒരാൾ നോബൽ പ്രൈസ് കിട്ടിയ ആൾ യുദ്ധം നടത്തുകയല്ലേ ഇപ്പോൾ എത്യോപ്യയിൽ പ്രൈം മിനിസ്റ്റർക്ക് നോബൽ പ്രൈസ് കിട്ടി ഫോർ പീസ്. അദ്ദേഹം ഇപ്പം ദിവസം അങ്ങോട്ട് സ്വന്തം ആളുകളെ കൊന്നുകൊണ്ടിരിക്കുക. മറ്റു ചിലർ യുദ്ധത്തിലൂടെ നോബൽ പ്രൈസ് നേടാൻ നോക്കുന്നു. അതാ ഞാൻ പറഞ്ഞ വേൾഡ് ഈസ് ടോപ്സി ടർവി, തലതിരിഞ്ഞു പോയിരിക്കുക. തലതിരിഞ്ഞു ആ ഒരു വളരെ നിരാശാജനകമാണല്ലേ. തീർച്ചയായിട്ടും ഡേഞ്ചറസുമാണ്. അപ്പോൾ അതുകൊണ്ട് സംതിങ് ഹാസ് ടു ഹാപ്പൻ. ചാൾസ് ഡിക്കൻസിൽ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, പുള്ളി എല്ലാ ട്രബിളിലും ചാടും, എന്നിട്ട് അവസാനിച്ചെന്ന് പറയും സംതിങ് വിൽ ടേൺ അപ്പ് ആൻഡ് ഇറ്റ് ഡസ്. അല്ല, ഇപ്പോഴും ഈ ആണവശേഷിയുള്ള രാജ്യങ്ങൾക്കിടയിൽ തന്നെ ഇത് ഇപ്പം തന്നെ ഇറാനെ ഭയക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറാൻ അത് എന്തെങ്കിലും ഉപയോഗിക്കുമോ എന്നുള്ളൊരു ആശങ്കയല്ലേ. ആ ആശങ്ക ഉള്ളത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ആരും ഉപയോഗിക്കാത്തത്. നാച്ചുറലി അല്ലേ? അതല്ലേ ഡിറ്ററൻറ്റ്. നമുക്കിത് ആണവ ആയുധമുള്ള ഉപയോഗിക്കാനുള്ളതല്ലല്ലോ. അത് പക്ഷേ ഫോർ പീസ് നോട്ട് ഫോർ വാർ. ഇതിൻ്റെ ഭരണത്തലവന്മാരിൽ ഒരാൾ ഈ വികൃതിയായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു അപകടത്തിലേക്ക് പോകത്തില്ല. പക്ഷെ അദ്ദേഹം പോലും റിസ്ട്രെയിൻഡ് ആവും അല്ലേ. കാരണം ഒരു പ്രസിഡൻറ്റും എത്ര ഇൻഡിപെൻഡൻ്റ് ആയാലും ഹി ഹാസ് ടു ടേക്ക് ദ അഡ്വൈസ് ഓഫ് ദി ആർമി ആൻഡ് ഡീപ് സ്റ്റേറ്റിൻ്റെ ഇത് നമുക്ക് മാറാൻ പറ്റില്ല. ഒരു ലെവൽ വരെ അവർ സമ്മതിക്കും. പക്ഷെ നാളെ ന്യൂക്ലിയർ ബട്ടൺ അമർത്താൻ സമ്മതിക്കുമ്പോൾ അത് ബട്ടൺ അവർ കൊടുക്കുമെന്ന് എനിക്ക് സംശയമാണ്. ട്രംപ് വന്ന ശേഷം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്നൊരു സ്ലോഗനാണല്ലോ അദ്ദേഹത്തിന്. അതിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ, അതോ അമേരിക്കയുടെ ഒരു സ്റ്റേക്ക് പൊതുവേ ഒന്നും മോശമായോ? അല്ല, തീർച്ചയായിട്ടും ഇത്തവണ ഈ ടേമിൽ അദ്ദേഹത്തിൻ്റെ ഒരു അച്ചീവ്മെൻ്റ് നമുക്ക് പറയാനൊന്നും കഴിയില്ല. കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ. ഒരുപക്ഷെ നഷ്ടപ്പെട്ട ഇമേജ് ഈ യുദ്ധത്തിലൂടെ പിടിച്ചെടുക്കാമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാകുമോ? ഇപ്പം ഇറാൻ്റെ ആണവ നിലയം നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവിടെ ഇന്ത്യ അമേരിക്കയുടെ ഒരു വിജയം അവിടുത്തെ ജനങ്ങൾക്കിടയിൽ അതൊരു കരാറിൽ വരുന്നതാണ്. അതിൻ്റെ ഒരു ലിമിറ്റ് കടക്കാൻ പലർക്കും പറ്റില്ല. ഇപ്പോൾ അവിടെ പോയി ബോംബ് ചെയ്യാന്ന് വെച്ചോളൂ. ഇപ്പോൾ ഈ എന്താണ് ബസ്റ്റിംഗ് ബോംബ് താഴെ പോയി അവിടെ, പക്ഷേ അതുണ്ടാക്കുന്ന എത്രമാത്രം റേഡിയോ ആക്ടിവിറ്റി ഉണ്ടാകുന്ന നമുക്ക് യാതൊരു ഐഡിയയും ഇല്ലല്ലോ. ദാറ്റ് എലോൺ മേ ഡിസ്ട്രോയ് ദ വേൾഡ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ആർക്കും സമ്മതിക്കാം. പണ്ട് പറയാറുണ്ട് ഈ ലീഡേഴ്സിൻ്റെ മുമ്പിലുള്ള ന്യൂക്ലിയർ ബട്ടൺ ഫേക്കാണ്, റിയൽ ബട്ടൺ എന്താ പെൻഡഗൺ എന്ന് പറയും. അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇതെല്ലാം ഒരു വിരട്ടൽ ബേസിക്കലി. അതിനപ്പുറം പോയില്ല എന്ന് കണ്ടേ പ്രതീക്ഷിക്കേണ്ടത്. അത് ഐ എം ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വളരെ വിഷമകരമായ കാര്യം ഒരുപാട് കുഞ്ഞുങ്ങൾ മരിക്കുന്നത്, ആശുപത്രികൾ തകരുന്നു. ലുക്ക് അറ്റ് ഗാസ. എന്താണ് അൺബിക്കമിങ് ഓഫ് ഹ്യൂമാനിറ്റി. ഇസ്രായേലിലൊരു ആശുപത്രി തകർന്നപ്പം അവരത് യുദ്ധക്കുറ്റമാണെന്നൊക്കെ നെതന്യാഹു പറഞ്ഞു. അവരവിടെ എന്താ ചെയ്യുന്നത്? ഗസയിലാണെങ്കിൽ ഇനി ആശുപത്രി പോലും ഇല്ലെന്ന് പറഞ്ഞു. സപ്ലൈസ് ഒന്നുമില്ല, ഹ്യൂമാനിറ്റേറിയൻ സപ്ലൈസ് ഒന്നുമില്ല, കുട്ടികളൊക്കെ മരിക്കുകയാണ്. പക്ഷെ അതിലൊന്നും ലോകരാഷ്ട്രങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റും. അത് എന്തുകൊണ്ടാണ്? അത് അമേരിക്കയുടെ ഒരു സ്ട്രോങ് സ്റ്റാൻഡ് കൊണ്ടാണോ? അതോ അല്ല, തന്നെയല്ല, ഇസ്രായേലിൻ്റെ റൈറ്റ് ടു ഡിഫെൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം UN ഉണ്ടാക്കിയതല്ല ഇസ്രായേലിനെയും പാലസ്റ്റൈനെയും. പാലസ്റ്റൈൻ ഇല്ല, ഇസ്രായേൽ ഉണ്ടായി. അപ്പോൾ പാലസ്റ്റൈൻ ഉണ്ടാകരുതെന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ഡിറ്റർമിനേഷൻ. ഈ 2 സ്റ്റേറ്റ് പാലസ്തീനൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഡിസ്കഷനും അല്ല, അത് നല്ലതല്ലായിരുന്നു. നമ്മളത് അവിടെ എത്തിയതല്ലേ. അദ്ദേഹത്തിൻ്റെ ക്ലിൻ്റൻ്റെ കാലത്ത് ഓസ്ലോ അക്കോർഡ് ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു. പക്ഷെ അതിൽ നിന്ന് രണ്ടുപേരും വിഡ്രോ ചെയ്തു. ഇനി അതിനുള്ളൊരു സാധ്യത കുറവാണ്. സാധ്യതകൾ എപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഗാസയിൽ നിന്ന് വരെ മുഴുവൻ മാറ്റി അതൊരു വലിയ ഉദ്യാനമാക്കണം എന്നല്ലേ പ്രസിഡന്റിൻ്റെ ആഗ്രഹം. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്താ സ്ഥിതി? ഇന്ത്യ അമേരിക്ക ബന്ധം ഇപ്പോൾ ഒരു സ്ട്രെയിൻഡ് ആയെങ്കിലും അത് ബേസിക്കലി അവർ റിലേഷൻഷിപ്പ് ഈസ് സ്ട്രോങ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇതൊരു സൗന്ദര്യപ്പിണക്കമെന്ന് വേണമെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ. അപ്പം ലോകം വീണ്ടും സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരട്ടെ. എല്ലാ താങ്ക് യു.